ശ്രീ റിജിൽ മാക്കുറ്റി, നമ്മൾ 2021 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ടവരാണ്. വലിയ രാഷ്ട്രീയ കോളിളക്കമൊക്കെ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനുശേഷം ഫലം വരുമ്പോൾ 99 സീറ്റ് ഉയരുകയാണ് ചെയ്തത്. അതായത് നിലവിൽ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനെ കൂടുതൽ സീറ്റുകളോടുകൂടി കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ച ചരിത്രം വെറും 5 വർഷം മുൻപുണ്ട്. ഇതേപോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, അന്നും ഇന്നും ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേവ് സർക്കാരിനെതിരാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? 2019 കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും തകർന്നടിഞ്ഞുപോയ ഇടതുമുന്നണിയാണ്. 117 നിയമസഭാ സെഗ്മെന്റുകളിൽ പിറകിൽ പോയ ഇടതുമുന്നണിയാണ് 99 സീറ്റുമായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് അധികാരത്തിലേക്ക് വന്നതെന്ന ഫാക്ടർ അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടോ ഒക്കെ അതുപോലെ റിപ്പീറ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നതിൽ സാങ്കത്യമുണ്ടോ? ശ്രീ അഭിലാഷേ, ഇപ്പോൾ അഭിലാഷിന് തന്നെ അറിയാം എന്താ സംഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ എന്നുള്ളത്. എന്താണ് അവരുടെ ഒരു മനോഗതി എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ചക്ക വീണു മുയൽ ചത്തു എന്നുള്ളത് കൊണ്ട് ഇക്കാലം അത്രയും ചക്ക വീണു മുയലാകാൻ പോകുന്നില്ല. അന്ന് കൊറോണ യുമായി ബന്ധപ്പെട്ട ഒരു പാനിക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും നടത്തിയിട്ടുള്ള ഒരു PR വർക്കിൻ്റെയും ഭാഗമായിട്ടുള്ള വലിയൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്, നമ്മളത് നിഷേധിക്കുന്നില്ല. അതിനുശേഷമുള്ള 5 വർഷക്കാലം ഈ പറയുന്ന ഇപ്പം ഇടതുപക്ഷത്തിൽ പ്രതി പറഞ്ഞതുപോലെ അങ്ങനെ എല്ലാവർക്കും പെൻഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെക്കുറിച്ച് 600 രൂപ മാത്രം ഞങ്ങൾ പെൻഷൻ കൊടുത്തതെന്ന് പറയുന്നത് അതൊക്കെ കൃത്യമായി പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷനും 2ഉം 3ഉം പെൻഷൻ വാങ്ങിയ ആൾ 2500 3000 രൂപ പെൻഷൻ വാങ്ങിയ ആളുകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 2500 എന്ന് പറഞ്ഞിട്ട് 2000 രൂപയാണ് ഇതുവരെ പെൻഷൻ കൊടുത്തത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ലൈഫുമായി ബന്ധപ്പെട്ട് 4 ലക്ഷത്തിൽ സംതിങ് ആളുകൾക്ക് ഞങ്ങൾ 5 വർഷം കൊണ്ട് വീട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട് കൊടുത്തതിനെ കുറിച്ചുള്ള കണക്ക് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറയുന്ന 5 ലക്ഷത്തോടെ അടുപ്പിച്ചിട്ടാണ് പറയുന്നത് 10 വർഷം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ നിങ്ങൾ പറയുന്ന ആരോഗ്യരംഗം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം, കേരളത്തിലെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ നമുക്ക് ആശുപത്രി പോയാൽ മരുന്നില്ലാത്ത, ഡോക്ടർമാരില്ലാത്ത, സർജറിക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഡോക്ടർമാർ തന്നെയാണ്. അതൊക്കെ ജനങ്ങളെ ഗ്രൗണ്ടിൽ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇവർ കാണുന്നില്ല. ഇവർ വലിയ മഹാവികസനം. നിങ്ങൾ എന്താ മഹാവികസനം ഉണ്ടാക്കിയത്? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ പറയുന്നു വിഴിഞ്ഞം പോർട്ടിൻ്റെ 90% പണി ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ട്, അത് കൊച്ചിൻ മെട്രോ, ഇത്രയും ബൃഹത്തായ പദ്ധതികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിങ്ങൾ നിർവഹിച്ചത്. 10 വർഷക്കാലം കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കി എന്നുള്ളതാണ്. കണ്ണൂർ ശ്രീ പിണറായി വിജയൻ ധർമ്മടത്തിൻ്റെ MLA 10 വർഷക്കാലം ഇരിക്കുന്നു. ഒരു IT പാർക്ക് 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചോ? കണ്ണൂർ എയർപോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് സ്ഥലം നിങ്ങൾ കിൻഫ്ര ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു IT-യുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ വിദേശകൾ ഉൾപ്പെടെ കടന്നു വരാൻ സാധിക്കുന്ന രൂപത്തിൽ സ്വന്തം ജില്ലയെ കണ്ണൂരിൽ ഒരു 10 ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ പറ. എന്നിട്ടാണ് നിങ്ങൾ വ്യവസായ സംരംഭം എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ നേർസാക്ഷിയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം തറക്കല്ലിട്ട് പോകുന്നല്ലാതെ 10 വർഷക്കാലം കൊണ്ട് ഒരു IT പാർക്ക് ഉണ്ടാക്കിയെന്ന് നെഞ്ചത്ത് കൈവച്ച് പിണറായി വിജയൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായില്ല? ഞങ്ങൾ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിനകത്ത് 5 വർഷക്കാലം കൊണ്ട് ചെയ്ത് കാണിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന PR വർക്കിലൂടെ നിങ്ങൾ ചെയ്തു വെച്ച് പറയുന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 3 മാസത്തെ തെരഞ്ഞെടുപ്പിനകത്ത് പല ജില്ലാ പഞ്ചായത്തുകളിലും ഒരു മെമ്പർ പോലും ഇല്ലാത്ത ജില്ലാ പഞ്ചായത്തുണ്ട്. എന്ത് അത്തരത്തിൽ വാരിക്കോരി കൊടുക്കുന്ന തേനും പാലും ഒഴിക്കുകയെങ്കിൽ ആ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടേ? നിങ്ങളെ ആളുകളിലെ മത്സരിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? കൊല്ലം നഷ്ടപ്പെട്ടത് നിങ്ങളെ കുത്തകയല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾ കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുന്നത്? കണ്ണൂരും തൃശ്ശൂരും എറണാകുളവും കൊല്ലവും ഞങ്ങൾ ഭരിക്കാൻ കാരണം എന്താ? കോർപ്പറേഷനകത്ത് എന്താ? ജില്ലാ പഞ്ചായത്ത് കണക്കെടുക്കും. ആ ജനങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തെങ്കിൽ, പെൻഷൻ നിങ്ങൾ കൊടുത്തെങ്കിൽ എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുത്താൽ നിങ്ങൾക്കെതിരെ കുത്തിയത്? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾ നടത്തി അഴിമതി ഉൾപ്പെടെയുണ്ട്. നിങ്ങൾ ഈ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടത് നിങ്ങളാണ് എന്ന് ബോധ്യമാണ്. ഞങ്ങളല്ലാതെ ആരുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചോദിച്ചത്. അയ്യപ്പന്റെ സ്വർണം കക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. നിങ്ങളെ ചെയ്തിട്ടുള്ളൂ. ശബരിമലയിലെ സ്വർണം കെട്ടതും സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് മുക്കിയതും അത് നിങ്ങളാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുകമറക്കകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായി വലിയ പ്രചാരവേല 2-3 ദിവസം നടക്കുന്നു. പക്ഷെ അതൊന്നും ഏശാൻ പോകുന്നില്ല. പിണറായി വിജയൻ ധർമ്മടത്തിൽ ഭൂരിപക്ഷം ഞാൻ പറയുന്നു അദ്ദേഹം ജയിക്കുന്നതിനെ എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടി വരും. ആ രൂപത്തിലേക്കുള്ള രാഷ്ട്രീയ മുന്നോട്ട് ധർമ്മടത്ത് ഉൾപ്പെടെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ കേരളത്തിനകത്ത് ജനങ്ങൾ നിങ്ങളെ ചാട്ടവാറെടുത്തുകൊണ്ട് അടിച്ച തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ്. റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ശരി, റിസൾട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഈ വിഷയങ്ങളൊക്കെ
തെരഞ്ഞെടുപ്പ് രംഗത്ത് ധാരാളമായി ചർച്ചയായതാണ്. ഇതിന്റെയൊക്കെ ജനങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്ന് അറിയാൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ വരണം. റിസൾട്ട് വന്ന ശേഷമേ നമുക്കത് പരിശോധിക്കാൻ കഴിയുള്ളൂ.